എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 3-ാം വാക്യം മുതൽ. അവൻ അവരോട് പലതും ഉപമകളായി പ്രസ്താവിച്ചെന്തെന്നാൽ, വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു. പറവകൾ വന്നു അത് തിന്നുകളഞ്ഞു. ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്ത ഇടത്ത് വീണു. മണ്ണിന് താഴ്ചയില്ലായകയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചാറെ ചൂട് തട്ടി വേറിലായകാൽ അത് ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു. മുള്ള് മുളച്ചു വളർന്നു അതിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്ത് വീണു. 100, 60, 30 മേനിയായി വിളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്ത് വീണു. 100, 60, 30 മേനിയായി വിളഞ്ഞു. പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, അവിടുത്തെ വലിയ കൃപയാൽ ഒരു വിശുദ്ധ ദിവസം കൂടെ പുതുവർഷത്തിൽ അങ്ങേ ആരാധിപ്പാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങളെ അവിടുത്തെ ബഹുത്വമേറിയ ആലയത്തിലേക്ക് കൂട്ടിവരുത്തിയ മഹാസ്നേഹത്തിനായി നന്ദിയുടെ സ്തോത്രം. ഇന്ന് ലോകമെമ്പാടും അങ്ങേ ആരാധിക്കുന്ന സുദിനമാകുന്നുവല്ലോ. ആ വലിയ സംഘത്തോട് ചേർന്ന് അങ്ങേ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ, ആരാധിപ്പാൻ, വചനം ധ്യാനിപ്പാൻ, കേൾക്കുവാൻ അങ്ങ് അവിടുന്ന് ഭാഗ്യം തന്ന കൃപയ്ക്കായ സ്തോത്രം. അല്പസമയം അങ്ങയുടെ വചനം കേൾക്കാൻ ഞങ്ങൾ ഒരുങ്ങുന്നു. വചനം പറയുന്ന ബലഹീനനായ അടിയനെയും കേൾക്കുന്ന അവിടുത്തെ മക്കൾ ഒരുപോലെ അവിടുന്ന് അനുഗ്രഹിക്കണം. അടിയും പറഞ്ഞതിനപ്പുറമായ ആഴങ്ങളെ അർത്ഥങ്ങളെ ഉൾക്കൊള്ളുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ അങ്ങ് സഹായിക്കണം. മഹത്വം മാതെടുക്കണമേ. യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നത് ദയയോടെ കേൾക്കണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കൊല്ലം കൊട്ടാരക്കര മഹാടവിയിൽ വില്ലൂർ എഡ്മണ്ട് മെമ്മോറിയൽ CSI സഭയിൽ ആദ്യമായിട്ട് കടന്നു വരുവാൻ ഇടയായതിൽ ഞാൻ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കും. എത്രയും ബഹുമാനമുള്ള അച്ഛൻ, സ്നേഹമുള്ള സുവിശേഷകൻ, സഭയുടെ ഭരണസമിതി അംഗങ്ങൾ, കൈക്കാരന്മാർ, കമ്മിറ്റി അംഗങ്ങൾ, സെക്രട്ടറി, ഡയസസൻ കൗൺസിൽ അംഗങ്ങൾ, സ്നേഹമുള്ള കായസംഘ അംഗങ്ങൾ, ഇന്ന് സ്ഥിരീകരിക്കപ്പെടുവാനുള്ള കുഞ്ഞുങ്ങൾ, സ്നാനപ്പെടുവാനുള്ള കുഞ്ഞുങ്ങൾ, അവരുടെ മാതാപിതാക്കന്മാർ, സഭാമക്കൾ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. പ്രത്യേകിച്ച് ഏതാനും ദിവസങ്ങളായി നമ്മൾ സഭയുടെ കൺവെൻഷനും കൂടെ തിരുവചന ധ്യാനവും കൂടെ നടത്തപ്പെടുകയായിരുന്നുവല്ലോ. പലരും 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന അതിൽ അംഗങ്ങൾ പങ്കെടുത്തു. ഉപവാസ പ്രാർത്ഥനയുടെ അവസാന ദിവസമാണ് ഇന്നുകൊണ്ട് കൺവെൻഷൻ യോഗത്തിൻ്റെ സമാപനവും അതോടൊപ്പം തന്നെ ഉപവാസ പ്രാർത്ഥനയുടെ സമാപനവും കുറിക്കുകയാണ്. ഈ കൺവെൻഷൻ യോഗങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പങ്കെടുത്തവരെയും ഇവിടെ വന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങൾ പ്രഘോഷിച്ച ദൈവദാസന്മാരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. അതോടൊപ്പം തന്നെ 7 ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുത്ത എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയേറ്റുകയും അവരോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി സ്നേഹ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. വളരെ മനോഹരമായ ഒരു പ്രദേശത്ത് നല്ലൊരു ആലയവും നല്ലൊരു കോമ്പൗണ്ടും ദൈവം നമുക്ക് നൽകി. വർഷങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് 150 വർഷം അല്ലെങ്കിൽ 200 വർഷത്തിൽ താഴെ ഈ പ്രദേശത്ത് ഒരു സ്ഥാപിതമായി പ്രവർത്തിപ്പാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്തു. കാലാകാലങ്ങളിൽ ദൈവം നമ്മെ വളർത്തി ഇത്രയും വലിയൊരു സമൂഹമായി നിൽക്കുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്തിരിക്കും. ദൈവത്തിന് ഇതുവരെയും ലഭിച്ച എല്ലാ നന്മകളെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രദേശത്ത് വന്ന് സുവിശേഷം അറിയിച്ച, ഇവിടെ സഭ സ്ഥാപിക്കുവാൻ കാരണമായി തീർന്ന റവറൻ എഡ്മണ്ട് അച്ഛനെ ഓർത്ത് പ്രത്യേകമായി ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. ആ കാലഘട്ടങ്ങളിൽ തെക്കൻ തിരുവിതാംകൂറിലും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും സുവിശേഷം അറിയിച്ച ദേവദാസന്മാരെ, പ്രത്യേകിച്ച് മിഷണറിമാരെ, അച്ഛന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. അതുമൂലം നമുക്കും നമ്മുടെ തലമുറയ്ക്കും നമ്മുടെ പിതാക്കന്മാർക്കും ലഭിച്ച എല്ലാവിധമായ അനുഗ്രഹങ്ങളെയും നന്മകളെയും ഞാൻ സമയത്ത് ഓർത്ത് ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. നമ്മൾ വായിച്ച വേദവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരട്ടെ. അവിടെ പറഞ്ഞിരിക്കുന്ന നമുക്ക് വളരെ വളരെ സുപരിചിതമായ ഒരു വേദവചനമാണ് വിതയ്ക്കുന്നതിൻ്റെ ഉപമ അവിടെ പറഞ്ഞിരിക്കും. വിശുദ്ധ വേദവസ്തു നമ്മൾ വായിക്കുമ്പോൾ അത്
യേശു തൻ്റെ പ്രസംഗത്തിൽ അത് സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാകാൻ പാകത്തിന് അവർക്ക് ഏറ്റവും സുപരിചിതമായിട്ടുള്ള ഉപമകളിലൂടെ, സദൃശങ്ങളിലൂടെ വിവരിക്കുന്നത്, തിരുവചന സത്യങ്ങൾ വിവരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ വിവരിക്കുന്ന കൂട്ടത്തിലുള്ള ഒരു വേദഭാഗമാണ് ഇത്. ഒരു മനുഷ്യൻ എങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നത്, എങ്ങനെ അത് വചനം നൽകപ്പെടുന്നു, അതെങ്ങനെ സ്വീകരിക്കപ്പെടുന്നു, എങ്ങനെ അത് ഫലകരമായി തീരുന്നു എന്നുള്ളതിനെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം വായിച്ചപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, അവനെ മണ്ണുകൊണ്ട് അവൻ്റെ ഒരു മനുഷ്യൻ്റെ രൂപസാദൃശ്യമുണ്ടാക്കി, അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള മനുഷ്യനായി തീർന്നു. അവനെ മനോഹരമായ ഒരു തോട്ടമുണ്ടാക്കി, ആ തോട്ടത്തിൽ അവനെ ആക്കി. വളരെ വൃക്ഷങ്ങളും പല വൃക്ഷങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അതിൽ 2 തരം വൃക്ഷങ്ങൾ പ്രധാനമായിട്ടുണ്ടായിരുന്നു. അതിലെ നന്മതിന്മകളെക്കുറിച്ച് ഉള്ള അറിവ് നൽകുന്ന ആ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് എന്ന് പറഞ്ഞ് പ്രത്യേകമായ കൽപ്പനകൾ കൊടുത്തുകൊണ്ട് മനുഷ്യനെ അവിടെ ആക്കിയതായിട്ട് നമ്മൾ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ആദ്യത്തെ ഭാഗം നമ്മൾ വായിച്ചു കേൾക്കുണ്ടായി. പറഞ്ഞിരിക്കുന്ന പ്രകാരമാണ് മനുഷ്യനെ നിർമ്മിച്ചതിന് ശേഷം, സൃഷ്ടിച്ചതിന് ശേഷം അവനെ ആ തോട്ടം കാപ്പാനും അവിടെ വേല ചെയ്യാനും അവിടെ ആക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ തോട്ടം അത് സൂക്ഷിപ്പാൻ, അതിൽ വേല ചെയ്യാൻ ദൈവം മനുഷ്യനെ ആക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ഒന്നാമത്തെ വേദഭാഗം ആരംഭിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ സഭാ കലണ്ടർ അനുസരിച്ച് നമ്മുടെ ചിന്ത വിഷയം എന്നുള്ളത് ഈ ഭൂമിയെ പരിസ്ഥിതിയുമായിട്ട് എങ്ങനെയെല്ലാം നാം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു പാഠഭാഗങ്ങളാണ് അവിടെ തന്നിരിക്കുന്നതിനുള്ള അപേക്ഷകളൊക്കെയും നമ്മൾ വായിച്ചത് കേട്ടുവല്ലോ. ഇവിടെ ഈ പറയുന്ന വേദഭാഗം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മെ ഈ ഭൂമിയിൽ ആക്കിയതിൻ്റെ ഉദ്ദേശം അത് വേറെ ഒന്നുമല്ല, ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുക എന്നുള്ളതാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. ദൈവം ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച്, ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ദൗത്യ നിർവഹണത്തിൽ അവനെ പങ്കാളിയാക്കുവാനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ആദം മൂലം അല്ലെങ്കിൽ മനുഷ്യൻ എന്ന് പറയുമ്പോൾ നാം എല്ലാം അതിനകത്ത് ഉൾപ്പെടുന്നു എന്ന് മറന്നു പോകരുത്. നമ്മെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്, ഈ ഭൂമിയുമായിട്ട് നമ്മൾ ഒരു ബന്ധമുണ്ട്. ആ ബന്ധം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം ഇവിടെ നിറവേറ്റുക എന്നുള്ളത് തന്നെ എന്ന് കാണുവാൻ സാധിക്കും. ഇവിടെ സുവിശേഷ വേദഭാഗം വായിച്ചപ്പോൾ യേശു ക്രിസ്തു ആ സുവിശേഷ വേദഭാഗത്തിൻ്റെ വചന പ്രഘോഷണങ്ങളിൽ വളരെ വളരെ പ്രധാനപ്പെട്ട, എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണെങ്കിലും ഇവിടെ പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സംഗതി എന്നുള്ളത് വചനം എങ്ങനെ അത് വിതയ്ക്കപ്പെടുന്നു, എങ്ങനെ നൽകപ്പെടുന്നു, എങ്ങനെ മനുഷ്യൻ സ്വീകരിക്കുന്നു, എങ്ങനെ അത് അയച്ച അല്ലെങ്കിൽ അത് വിതച്ച അല്ലെങ്കിൽ അതിൻ്റെ ഉടമസ്ഥന് അത് പ്രസാദകരമായി തീരുന്നു ഉള്ളതിനെക്കുറിച്ചുള്ള ഒരു വളരെ ചുരുങ്ങിയ, വളരെ മനോഹരമായ, അന്നത്തെ ജനങ്ങൾക്കും ഇന്നും നമുക്കും അറിയാൻ പര്യാപ്തമായ രീതിയിലുള്ള സദൃശ്യം ഉപയോഗിച്ച്, ഉപമ ഉപയോഗിച്ച് പറഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, പണ്ട് കാലങ്ങളിൽ പ്രായമുള്ള അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കൊക്കെ അറിയാം വിത, കൊയ്ത്ത് തുടങ്ങിയുള്ള കാര്യങ്ങളെക്കുറിച്ച്, കൃഷിയെക്കുറിച്ച് അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതില്ല. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാലും പല ഇടങ്ങളിലും വയലുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പല വയലുകളും ഇന്ന് വേല ചെയ്യാതെ തരിശായിട്ട് കിടക്കുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അത് നഷ്ടമാണ് എന്ന് പറഞ്ഞ് അതിൻ്റെ ഉടമസ്ഥന്മാർ കൃഷി ചെയ്യാതെ ഇരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ കൃഷി ചെയ്യുന്ന ഇടങ്ങളുമുണ്ട്. അവിടെ നമ്മൾ നോക്കുമ്പോൾ അവിടെ നെല്ല് വിളയുന്നതും കൊയ്യുന്നതും അതിന് നടുന്നതും വിതയ്ക്കുന്നതും ഒക്കെയും അടുത്ത് പണിയൊക്കെയും നമുക്ക് വളരെ വളരെ സുപരിചിതമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഭൂമിയും അവിടെ മണ്ണുമായി, കൃഷിയുമായിട്ട്, വേലയുമായിട്ടൊക്കെ വളരെ ബന്ധപ്പെട്ട ആൾക്കാരാണ് എന്നുള്ളതിനാൽ നമുക്കതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതില്ല. അത് നമുക്ക് അറിവുള്ള കാര്യമാണ്. എന്നാൽ പുത്തൻ തലമുറയ്ക്ക് അത് എപ്രകാരം മനസ്സിലാകും എന്നറിയത്തില്ല. കാരണം ആ വിതയും കൊയ്ത്തെല്ലാം കുറഞ്ഞു പോയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത് എന്നുള്ളതിനാൽ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം ഒരു മനുഷ്യൻ അത് അവനിൽ പ്രവർത്തിക്കുന്നത്, ദൈവത്തിന് ഹിതകരമായ, ദൈവത്തിന് ഇഷ്ടമുള്ള, ദൈവത്തിന് സന്തോഷം നൽകുന്ന രീതിയിൽ, അല്ലെങ്കിൽ അത് വിതയ്ക്കുന്ന ഉടമസ്ഥന് അത് സന്തോഷം നൽകുന്ന രീതിയിൽ എങ്ങനെ അത് വരുന്നു എന്ന് അവിടെ കാണാൻ സാധിക്കും. പല ഭാഗങ്ങളിലും വിതയെക്കുറിച്ചും കൊയ്ത്തിനെക്കുറിച്ചും ഒക്കെയും വിതയ്ക്കുന്ന ആൾക്കാരെക്കുറിച്ചൊക്കെയും ഉപമകളായിട്ട് വേദപുസ്തകത്തിൽ കാണാൻ സാധിക്കും. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ബൈബിൾ സൊസൈറ്റിയുടെ പുസ്തകത്തിൻ്റെ അതിൻ്റെ ആദ്യത്തെ പേജിൽ വിതയ്ക്കുന്നവൻ്റെ ഒരു ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. വിത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ വിതയ്ക്കുന്ന ഒരു ചിത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് ദൈവത്തിൻ്റെ വചനമാണ് അവിടെ വിതയ്ക്കപ്പെടുന്നത് എന്ന് അതിൻ്റെ സാരം. ദൈവത്തിൻ്റെ വചനം എന്ന് പറഞ്ഞാൽ വിശുദ്ധ
ഈ വേദപുസ്തകമാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. ഇത് ആണ് വിതയ്ക്കപ്പെടുന്ന, അല്ലെങ്കിൽ ഇതാണ് നമ്മൾ വായിക്കുന്നത് കേൾക്കുന്നത് എല്ലാം ഇത് തന്നെയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. ധാരാളം ആളുകൾ യേശുവിന് ചുറ്റും വന്നുകൂടിയപ്പോൾ യേശു പറഞ്ഞ ഒരു ഉപമയാണ്. എങ്ങനെയാണ് യേശു ആ വചനങ്ങൾ പറയുമ്പോൾ അതെങ്ങനെ ജനങ്ങൾ ഗ്രഹിക്കുന്നു, മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വിത്ത് വിതപ്പാൻ പുറപ്പെട്ടു, വിതയ്ക്കുന്ന വിത്തുകൾ ചെന്ന് വീഴുന്ന ആ ഭൂമിയെക്കുറിച്ചാണ്, സ്ഥലങ്ങളെക്കുറിച്ചാണ് അവിടെ വിവരിച്ച് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് പറഞ്ഞിരിക്കുന്നത് അവിടെ ചിലത് വഴിയരികെ വീണു. വഴിയരികെ വീണത് പറവകൾ വന്ന് തിന്നു കളഞ്ഞു. അപ്പോൾ ആ വിത്ത് വഴിയരികെ വീണ് വിത്ത് അത് യജമാനന് ഗുണം ചെയ്തില്ല, അത് ഫലം കായ്ച്ചില്ല, വളർന്നില്ല, അത് നഷ്ടപ്പെട്ടു പോയി ആ വിത്തുകൾ. മറ്റു ചിലത് പാറ സ്ഥലത്ത്, ഏറെ മണ്ണില്ലാത്തടത്ത് വീണു. അത് മണ്ണിൽ വീണു, പക്ഷേ അത് അതിൻ്റെ അടിയിൽ പാറയുള്ളത് കൊണ്ട് വേഗത്തിൽ മുളച്ചു വന്നെങ്കിലും അതിന് നിലനിൽപ്പാൻ സാധിച്ചില്ല. മണ്ണിന് താഴ്ചയില്ലാത്തതിനാൽ വേരോടാതെ വന്നതുകൊണ്ട് അതിന് നിലനിൽപ്പാൻ കഴിഞ്ഞില്ല. അത് സൂര്യനുദിച്ചപ്പോൾ ചൂട് തട്ടി വേരിലായാൽ ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനടിയിൽ വീണു. അത് മണ്ണുണ്ട്, പക്ഷേ മുള്ള് ഉണ്ടായിരുന്നത് കൊണ്ട് അത് വളർന്ന കൂട്ടത്തിൽ മുള്ളും വളർന്നു. ഈ നെൽച്ചെടിയെ, അതിനെ ഞെരുക്കിക്കളഞ്ഞതിനെ ഫലശൂന്യമാക്കി കളഞ്ഞു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. മറ്റു ചിലത് നല്ല നിലത്ത് വീണു, 100, 60, 30 മേനിയായി വിളഞ്ഞു. യാതൊരു വിധമായ മറ്റ് പ്രതികൂലങ്ങളുമില്ലാതെ നല്ല സ്ഥലത്ത് വീണ വിത്തുകൾ അത് വിളഞ്ഞു. അത് യജമാനന് 100, 60, 30 മേനിയായി ഫലം കൊടുത്തു എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. ഇത് ഈ കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ഇത് ഇന്നും കഴിഞ്ഞ കൺവെൻഷൻ ദിവസം നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൂടെ ദൈവത്തിൻ്റെ മാറ്റമേറിയ വചനങ്ങൾ പ്രഘോഷിക്കപ്പെടുകയാണെന്ന് 13, 14, 15 ദിവസങ്ങളിൽ ഇന്നും കൂടെ കൂട്ടിയാൽ 16 ആ ദിവസം കൂടെ കൂട്ടി ദൈവത്തിൻ്റെ വചനം വിതയ്ക്കപ്പെടുകയാണ്. ഇവിടെ കൂടി വന്ന ജനങ്ങളുടെ മേൽ. ഒരുപക്ഷെ അന്ന് ഈ പ്രദേശത്ത് മൈക്കിൻ്റെ ശബ്ദത്തിൽ പരിധിക്കുള്ളിലുള്ള എല്ലാ ആൾക്കാരുടെ മേലും എന്ത് ചെയ്തിട്ടുണ്ട്? ദൈവത്തിൻ്റെ വചനം വിതയ്ക്കപ്പെട്ടു, അല്ലേ? യേശു പറഞ്ഞ പോലെയാണെങ്കിൽ വചനം എന്ത് ചെയ്തിരിക്കുന്നു? വചനം വിതച്ചു കഴിഞ്ഞു. വീണ സ്ഥലങ്ങൾ എവിടെയാണെന്ന് നമുക്ക് തന്നെ ഇവിടെ വായിക്കുമ്പോൾ നമുക്ക് എഴുത്തും വായനയും നമുക്കറിയാൻ സാധിക്കും. പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് ഇത് നമ്മളെങ്ങനെ ഇതിനെ നമ്മിൽ ഇത് ക്രിയ ചെയ്യുന്നു എന്നുള്ളതാണ്. വചനം എങ്ങനെ നമ്മിൽ ക്രിയ ചെയ്യുന്നു, എങ്ങനെ അത് പ്രവർത്തിക്കും, അതാണ് ഇവിടുത്തെ പ്രതിപാദ്യ വിഷയം. അത് യജമാനൻ്റെ ഇഷ്ടമനുസരിച്ചാണെങ്കിൽ അത് 100, 60, 30 മേനിയാണ് വിളവ് എന്ന് പറയും. യജമാനന് ഇഷ്ടമല്ലെങ്കിൽ എന്ത് ചെയ്യും? യജമാനന് ഇഷ്ടമല്ലെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനമില്ല എന്ന് നാം മറന്നുപോകരുത്. ഇവിടെ ഇതൊരു പക്ഷേ ഇന്നത്തെ ലോകത്തിൽ, ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളെ നമ്മൾ ബന്ധിച്ച് നോക്കുമ്പോൾ വചനം ഇങ്ങനെ മൈക്കിൽ കൂടെയോ അല്ലാതെയോ പ്രഘോഷിക്കുന്നത് മാത്രമല്ല, നമുക്ക് ഇതൊക്കെയും ഈ വചനം നമുക്ക് നമ്മുടെ സ്വന്തം ഭാഷയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അത് എഴുതി കിട്ടിയിട്ടുണ്ട്, അച്ചടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് വായിക്കുമ്പോഴും ഈ വിതയ്ക്കുന്ന അതേ അനുഭവം തന്നെയാണ് ഉണ്ടാകുന്നത്. ദിവസം വായിക്കുന്നു, അത് നമ്മൾ ഗ്രഹിക്കുന്നു, അതിന് പ്രകാരം നടപ്പിൽ വരുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? അത് പ്രയോജനമുള്ളതായി തീർന്നത് എന്ന് നമ്മൾ മറന്നു പോകരുത്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾക്ക് ഈ വചനങ്ങൾ എന്തുമാത്രം നമ്മുടെ ഉള്ളിൽ അത് പ്രവൃത്തി വരുന്നു എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കഴിഞ്ഞ ദിവസങ്ങൾ മാത്രമല്ല, ഇപ്പോൾ പത്രം അതുപോലെ തന്നെ വാർത്തകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ വളരെ വളരെ കുറവാണ്. എപ്പോഴും നമ്മളെ ഭീതിപ്പെടുത്തുകയും നമ്മളെ നിരാശരാക്കി തീർക്കുകയും ചെയ്യുന്ന വാർത്തകളാണ് വരുന്നത് എന്ന് നമ്മൾ മറന്നു പോകരുത്. ശ്രദ്ധിച്ചാൽ അതിൽ പലരും ക്രിസ്ത്യൻ പേരുള്ള ആൾക്കാരാണ് അതിൻ്റെ അകത്തെ കുറ്റവാളികൾ എന്ന് കാണാൻ സാധിക്കും. മനുഷ്യനെ മുറിപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന, മനുഷ്യന് എല്ലാവിധമായ കഷ്ടങ്ങളും സമ്മാനിക്കുന്ന പ്രവൃത്തികൾ, നീചപ്രവൃത്തികൾ, ക്രൂരപ്രവൃത്തികൾ, വേദനിപ്പിക്കുന്ന പ്രവൃത്തികൾ എല്ലാം ചെയ്യുന്നവരിൽ പലരും ക്രിസ്ത്യൻ നാമധാരികളാണ് എന്നുള്ളതാണ് ഏറെ സങ്കടം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവരും ഈ വചനം വായിക്കുകയോ കേൾക്കുകയോ ചെയ്തിട്ടുള്ളവരാണ്. എങ്കിലും അത് നല്ല നിലത്ത് വീണ ഒരു വിത്ത് പോലെ മുളച്ചു വളരാത്തത് കൊണ്ട് ശരിയായ ഫലം കൊടുക്കാൻ പറ്റുന്നില്ല. യജമാനന് ഇഷ്ടമുള്ള ഫലം കൊടുക്കാൻ അതിന് സാധിക്കാതെ പോകുന്നുണ്ട്. അത് മറ്റുള്ളവർക്ക് വളരെ ദോഷമായിട്ട് തീരുന്നതൊക്കെ കാണുവാൻ സാധിക്കും. നമ്മൾ സാധാരണ ഇന്നിപ്പോൾ സ്ഥിരീകരണം പഠിക്കുന്ന 3 പേരൊക്കെ സ്ഥിരീകരണം ഉണ്ടല്ലേ?
സ്ഥിരീകരണത്തിലെ പ്രധാനമായിട്ടും ഉള്ളത് എന്ന് പറയുന്നത് കൽപ്പനകളാണ്, അല്ലേ? കൽപ്പനകൾ പഠിക്കണം എന്ന് പറയുന്നുണ്ട്. കൽപ്പനകൾ, കർത്താവിൻ്റെ പ്രാർത്ഥന, വിശ്വാസ പ്രമാണം തുടങ്ങിയുള്ള കാര്യങ്ങൾ പ്രാഥമികമായിട്ട് എന്ത് ചെയ്യണം? കുഞ്ഞുങ്ങൾ പഠിച്ചിരിക്കണം എന്ന് നമ്മൾ സ്ഥിരീകരണത്തിന് മുമ്പായിട്ട് കാറ്റഗിസം പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ സ്ഥിരീകരണ ക്ലാസ് പഠിപ്പിക്കുമ്പോൾ പഠിക്കുന്നുണ്ട്. അതിനകത്തുള്ളതാണ് മോഷ്ടിക്കരുത്, അല്ലേ? മോഷ്ടിക്കരുത്. ഇന്നത്തെ മോഷ്ടാക്കളുടെ ലിസ്റ്റ് നമ്മൾ നോക്കിയാൽ പല ക്രിസ്ത്യൻ പേരുകളും നമുക്ക് കാണാൻ സാധിക്കും. ഇത് CSIക്കാരുടെ സ്ഥിരീകരണം മാത്രമല്ല, കൺഫർമേഷൻ മാത്രമല്ല, എല്ലാ സഭകളുടെയും കൺഫർമേഷനിൽ സ്ഥിരീകരണത്തിൽ കൽപ്പനകൾ അല്ലെങ്കിൽ അവരുടെ ഉപദേശത്തിൽ പ്രധാനപ്പെട്ട എല്ലാ സഭകളുടെയും ഉപദേശത്തിൽ അതിപ്രധാനമായുള്ള സംഗതികൾ ഏതാണ്? കൽപ്പനകൾ തന്നെയാണ്. ദൈവത്തിൻ്റെ കൽപ്പനകൾ 10 കൽപ്പനകളാണ്. 10 കൽപ്പനകളും അതിനോട് ചേർന്നുള്ള കാര്യങ്ങളും ആണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അതിൽ അടിസ്ഥാനപ്പെട്ടവരായിരിക്കണം ക്രിസ്തു വിശ്വാസികൾ എന്നുള്ളതാണ്, സഭാമക്കൾ എന്നുള്ളതാണ് അതിൻ്റെ ആശയം. CSI സഭയെ സംബന്ധിച്ച് പറഞ്ഞാലും അത് വളരെ പ്രാധാന്യത്തോടെ എന്ത് ചെയ്യുന്നു? ഈ കാര്യം നമ്മൾ ചെയ്യുന്നുണ്ട്. കൽപ്പനകൾ എന്ത് ചെയ്യുന്നു? പഠിക്കുന്നു, അല്ലേ? കൽപ്പനകൾ അറിയത്തില്ലാത്തവർ ഉണ്ടോ? സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. കൽപ്പനകൾ അറിയത്തില്ലാത്തവരുണ്ടോ? കൽപ്പനകൾ ഇതിവിടെ പറഞ്ഞിരിക്കുന്ന പോലെ കൽപ്പനകൾ വിതയ്ക്കപ്പെട്ടിരിക്കുക. നമ്മൾ പഠിച്ചു, അല്ലേ? പഠിച്ചു, നമ്മുടെ ഉള്ളിലായി. അത് നമ്മൾ പഠിച്ചു മനസ്സിലാക്കി എന്നുള്ളൊരു തെളിവെന്ന് പറയുന്നത് അത് നമ്മൾ അനുസരിക്കുമ്പോഴാണ് എന്ന് മറന്നു പോകരുത്. യഥാർത്ഥത്തിൽ ആ കൽപ്പനകൾ ശരിയാവണ്ണം നമ്മൾ ഗ്രഹിക്കുന്നെങ്കിൽ ഒരു CSIക്കാരൻ്റെയും പേര് മോഷ്ടാവിൻ്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യത്തില്ല, ഒരു കാലത്തും വരത്തില്ല. സഭാമക്കൾ ശ്രദ്ധിക്കുക. ശരിക്കും നമ്മുടെ സഭ പഠിപ്പിക്കുന്നതനുസരിച്ച് കൽപ്പനകളിൽ അടിസ്ഥാനപ്പെട്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ഒരു CSIക്കാരൻ്റെയും പേര് ഏത് ലിസ്റ്റിൽ കാണത്തില്ല? ഒരു മോഷ്ടാവിൻ്റെ ലിസ്റ്റിൽ കാണും. ഒരു അക്രമിയുടെയും, മാതാപിതാക്കന്മാരെ ആക്രമിക്കുന്ന, അവരെ ഉപദ്രവിക്കുന്ന, അവർക്ക് ദോഷം ചെയ്യുന്ന, അവരെ എന്തെല്ലാം രീതിയിൽ ഉപദ്രവിക്കാമോ അങ്ങനെയെല്ലാം ഉപദ്രവിക്കുന്ന ഒറ്റയാളും CSIയിൽ കാണത്തില്ല, കൽപ്പനയ്ക്ക് അനുസരിച്ച് പോയാൽ. ഈ സത്യദൈവത്തെ അല്ലാതെ, യേശുക്രിസ്തുവിനെ അല്ലാതെ, യേശുക്രിസ്തുവിലൂടെ ഇവിടെ പറഞ്ഞിരിക്കുന്ന യഹോവയാകുന്ന ദൈവത്തെ അല്ലാതെ ആരാധിക്കുന്ന ഒരു മനുഷ്യനും CSI സഭയിൽ കാണത്തില്ല, കൽപ്പന അനുസരിച്ച് പോയാൽ. ഈ ലോകത്തിൻ്റെ മോഹങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ താറുമാറാക്കുന്ന ഒരു മനുഷ്യനും ഒരു CSIക്കാരനും കൽപ്പന അനുസരിച്ച് പോകുന്നുവെങ്കിൽ കാണത്തില്ല. പ്രിയമുള്ളവരെ, ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഇതെല്ലാം നമ്മുടെ ഇടയിൽ വന്നു പോകുന്നത്? മറ്റുള്ള ആൾക്കാരെ നമ്മൾ പറയേണ്ടതില്ല. എങ്ങനെയാണ് നമ്മൾ വരുന്നത്? നമ്മളിത് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, വായിക്കുന്നുണ്ട്, എങ്കിലും ഇതൊന്നും നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യില്ല, സ്വാധീനം ചെലുത്തുന്നില്ല എന്നുള്ളത് തന്നെ. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും നമ്മൾ സ്ഥിരീകരണ സമയത്താണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്നാന സമയം. സ്നാനം ഉണ്ട്, കുഞ്ഞുങ്ങൾക്ക് സ്നാനമുണ്ട്. സ്നാന സമയത്ത് കുഞ്ഞുങ്ങളെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുകയാണ്. ദൈവ പൈതലായിട്ട് അവർ മാറുകയാണ് യഥാർത്ഥം ചെയ്യുന്നത്. ദൈവ പൈതലായിട്ട് നമുക്ക് ദൈവം മക്കളെ തരുമ്പോൾ ഏറ്റവും ചെറുപ്രായത്തിൽ തന്നെ അവരെ ദൈവത്തിനാണ് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. വിശുദ്ധ ബപ്തിസ്മയിലൂടെ അവരെ, ആ കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചാൽ ആ സമർപ്പിക്കപ്പെട്ട പൈതങ്ങൾ ദൈവ പൈതലാണെന്നുള്ള ഓർമ്മപ്പെടുത്തലിലൂടെ സ്ഥിരീകരണം വരെ 14 വയസ്സ് വരെ അവർ വളരേണ്ടതാണ്. 14ാമത്തെ വയസ്സിലാണ് സാധാരണ നമ്മൾ സ്ഥിരീകരണത്തിനായിട്ട് അവരെ നമ്മൾ കൊണ്ടുവരുന്നത്. ആ സമയത്ത് അവരുടെ ജ്ഞാനപിതാക്കന്മാർ അവർക്ക് വേണ്ടി എടുത്ത പ്രതിജ്ഞകൾ സ്വയം ഏറ്റെടുക്കുന്ന ഒരു ദിവസമാണ്. നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം നമ്മൾ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നമ്മൾ ഗ്രഹിക്കുന്നുവെങ്കിൽ, നമ്മൾ ചെയ്യുന്നുവെങ്കിൽ നമ്മൾ എല്ലാ കാലത്തും ദൈവത്തിന് ഇഷ്ടമുള്ളവരായി തന്നെ ഇരിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന നല്ല നിലത്ത് വീണ വിത്ത് പോലെ അത് അനേകർക്ക് ഗുണം ചെയ്യും, നല്ല ഫലം പുറപ്പെടുവിക്കും എന്നുള്ള കാര്യത്തിന് സംശയമില്ല. ഈ ഭൂമിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച്, എന്നെയും നിങ്ങളെ സൃഷ്ടിച്ച് ആക്കിയെങ്കിൽ അതിന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്നുള്ളത് തന്നെയാണ് എന്ന് നാം മറന്നു പോകരുത്. അവിടെ ഏദൻ തോട്ടത്തിലെ വൃക്ഷങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ എടുത്ത് പറയുന്ന കാര്യം ഇതാണ്. അവിടെ അനേക വൃക്ഷങ്ങളുണ്ടായിരുന്നു, ഫലവൃക്ഷങ്ങളുണ്ടായിരുന്നു, ജീവൻ്റെ വൃക്ഷമുണ്ടായിരുന്നു, നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും ഉണ്ടായിരുന്നു. ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞ വൃക്ഷവും അവിടെ ഉണ്ടായിരുന്നു, ഭക്ഷിക്കാം എന്ന് പറഞ്ഞ വൃക്ഷവും അവിടെ ഉണ്ടായിരുന്നു. ശ്രദ്ധിക്കണം, ഭക്ഷിക്കാം എന്ന് പറഞ്ഞ വൃക്ഷങ്ങൾ ഉണ്ടായിരുന്നു, ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞ വൃക്ഷവും ആ തോട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അത് നമ്മുടെ ഈ ലോക ജീവിതത്തിൻ്റെ ഒരു നേർചിത്രമാണ്. ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ
നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, ചെയ്യരുതാത്ത കാര്യങ്ങളും ഉണ്ട്. ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട്, ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഉണ്ട് അല്ല. ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം ചെയ്യാനാണ് മനുഷ്യന് കൂടുതൽ താല്പര്യം അല്ലേ. ലോകത്തിൻ്റെ പ്രമാണങ്ങളും ദൈവപ്രമാണങ്ങളും തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസമുണ്ട്. ഒരുപക്ഷെ ചില സമയങ്ങളൊക്കെ അത് സമമാണ്, ഒരുപോലെ എന്ന് തോന്നിയാലും അല്പസ്വല്പ വ്യത്യാസങ്ങൾ അവിടെ ഉണ്ട് എന്ന് കാണാൻ സാധിക്കും. നമ്മളെല്ലാവരും കാണുന്ന പരിചയമുള്ളതാണ് അല്ലേ. ഒന്ന് സിഗരറ്റ് പാക്കറ്റ് ഒരു പക്ഷേ വഴിയെ പോകുമ്പോൾ നിങ്ങൾ കണ്ടാണ്, നിങ്ങൾ ഉപയോഗിക്കുന്നത് ഞാൻ പറയുന്നില്ല. അവിടെ സിഗരറ്റ് പാക്കറ്റിൻ്റെ പുറത്തൊരു ചിത്രമുണ്ട് അല്ലേ. എന്നാ ചിത്രം? സിഗരറ്റ് പാക്കറ്റിൻ്റെ പുറത്തുള്ള ചിത്രം എന്നതാ? എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ. പെരുമേനെ അങ്ങനെയൊക്കെ ചോദിക്കരുത്, ഞങ്ങൾ സിഗരറ്റ് പാക്കറ്റ് കണ്ടിട്ടേ ഇല്ല. സിഗരറ്റ് എന്ന് പറഞ്ഞാൽ എന്നാ ഒന്നും പോലും ഞങ്ങൾക്ക് അറിയത്തില്ല അല്ലേ. ഓക്കെ, സിഗരറ്റ് പാക്കറ്റിൻ്റെ പൊക്കത്തിലുള്ള ഈ അടുത്ത കാലത്തുള്ള ചിത്രം എന്ന് പറയുന്നത് ഈ ക്യാൻസർ ബാധിച്ച, ഇവിടെ വായിൽ ക്യാൻസർ ബാധിച്ച ചിത്രമാണ്. അത് കണ്ടാൽ നമ്മൾ 7 ദിവസത്തേന് കഞ്ഞി കുടിക്കത്തില്ല, അത്രയും ഭീകരമാണ് ആ ചിത്രം. അവിടെ എഴുതിയിട്ടുണ്ട് പുകവലി പറഞ്ഞേ പറഞ്ഞു പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്. ഇത് വായിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, വലിക്കുന്നത് അല്ലേ. പറഞ്ഞിട്ടുണ്ട് ആരോഗ്യത്തിന് കാര്യമാണ്, ഹാനികരമാണ് അല്ലേ. ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നും പറഞ്ഞുകൊണ്ട് വലിക്കുകയാണ് അല്ലേ. മദ്യം അല്ലേ, മദ്യപാനം ബാക്കി പറഞ്ഞേ. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം അല്ലേ. കളർഷാപ്പിൻ്റെ വലിയ അക്ഷരത്തിൻ്റെ അടിയിൽ കുഞ്ഞക്ഷരത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ്, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. വലിയ അക്ഷരം മാത്രമേ നമ്മൾ വായിക്കാറുള്ളൂ, ചെറിയ അക്ഷരം നമ്മൾ നോക്കാതെ എന്ത് ചെയ്യുന്നു, അതിൻ്റെ കിഴക്കടെ അതിൻ്റെ അകത്തേക്ക് നമ്മൾ കയറുകയാണ് അല്ലേ. എല്ലാ ലഹരി വസ്തുക്കൾക്കും എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട് എന്ത്, ഇതെന്താണ്, ആരോഗ്യത്തിന് ഹാനികരമാണ്. എത്ര പേര് ആ മുന്നറിയിപ്പ് കണ്ടിട്ട് അത് ചെയ്യാതിരിക്കുന്നവരാണ് എണ്ണമാണോ കൂടുതൽ, ചെയ്യുന്നവരുടെ എണ്ണമാണോ കൂടുതൽ? പിള്ളേരെന്ന് പറഞ്ഞേ. മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണെന്നുള്ള മുന്നറിയിപ്പ് കണ്ട് ആൾക്കാരെല്ലാം മദ്യം ഉപേക്ഷിച്ചാൽ എന്തായിരിക്കും കേരളത്തിൻ്റെ സ്ഥിതി? പ്രായമുള്ളവർ പറഞ്ഞാൽ മതി. മദ്യം ആരോഗ്യത്തിന് ഹാനികരമെന്ന് പറഞ്ഞ് മദ്യം ഉപേക്ഷിച്ചാൽ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്തായിരിക്കും? ചിന്തിക്കാൻ പറ്റത്തില്ല അല്ലേ. അതങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ അതിൽ നിന്ന് ആദായം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അത് നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി ടാക്സ് കൂട്ടുകയാണ് ചെയ്യുന്നത് അതിന് അല്ലേ. അത് നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി ആൾക്കാർ വാങ്ങിക്കാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, ടാക്സ് കൂട്ടുകയാണ് ചെയ്യുന്നത്. കുറച്ച് നമ്മളൊന്ന് സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്ത് വികലമായ ഓരോ സംവിധാനങ്ങളാണ് അല്ലേ. ആരോഗ്യത്തിന് ഹാനികരമാണെങ്കിൽ അത് ഉണ്ടാക്കാണ്ടിരുന്നാൽ പോരെ. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ആരോഗ്യത്തിന് ഹാനികരമുള്ള കാര്യങ്ങൾ എന്തിന് അത് നിർമ്മിച്ച് നൽകണം അല്ലേ. പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണെങ്കിൽ പുകയില ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ രീതിയിൽ നിർമ്മിക്കാതിരുന്നാൽ മതി. അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, മദ്യം ഉണ്ടാക്കേണ്ടിരുന്നാൽ മതി അല്ലേ. എന്തുമാത്രം പൈസ മനുഷ്യൻ്റെ ലാഭമായി തീരും അല്ലേ. അതാ ആരോഗ്യത്തിന് ഹാനികരം വരുമ്പോൾ ആശുപത്രികൾ ഉണ്ടാക്കണം അല്ലേ, ആരോഗ്യ മേഖല ഉണ്ടാക്കണം, അതിന് പ്രത്യേകം ഭരണ സംവിധാനം വേണം, അതിന് പ്രത്യേക മന്ത്രി വേണം, എല്ലാം വേണം അല്ലേ. എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഇല്ലാണ്ട് പോകുന്നു. പക്ഷെ അതില്ല, അപകടമാണെന്ന് പറയുന്നുണ്ട്, പക്ഷേ വേറെ ഒന്നും പറയുന്നില്ല. പക്ഷേ ദൈവത്തിൻ്റെ വചനവുമായിട്ട് അതിന് ചെറിയ വ്യത്യാസമുണ്ട്. വേദോസ്തം എന്നാ പറയുന്നു, മദ്യപാനി പറഞ്ഞേ, നിങ്ങൾ പറഞ്ഞേ, ഉപവാസ പ്രാർത്ഥനയ്ക്ക് കൂടിയവർ പറഞ്ഞേ, കൺവെൻഷൻ യോഗം കേട്ടവർ പറഞ്ഞേ, മദ്യപാനി കേട്ടില്ലേ, മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. ദൈവസന്നിധിയിൽ പോകണമെന്നുള്ളവര്, ദൈവരാജ്യത്തിൽ പോകണമെന്നുള്ളവര് എന്ത് ചെയ്യരുത്, മദ്യം കഴിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. കാരണം മദ്യത്തെക്കുറിച്ച് നമ്മൾ വേദോസം വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു, അത് സകലവിധമായ ദോഷ വഴികളിലേക്ക് മനുഷ്യനെ നയിക്കാൻ അത് കാരണമായി തീരുന്നു. മനുഷ്യൻ്റെ മദ്യം എന്ന് മാത്രമല്ല ലഹരി വസ്തുക്കൾ എല്ലാം മനുഷ്യൻ്റെ സുബോധത്തോടെ ഇരിക്കുന്ന മനുഷ്യനെ എന്ത് ചെയ്യുന്നു, അബോധാവസ്ഥയിലും സുബോധമില്ലാത്തവനായിട്ടും മാറ്റും. സുബോധമുള്ള മനുഷ്യൻ
സുബോധവാനായി തന്നെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം അവനെ അങ്ങനെ തന്നെ സൃഷ്ടിച്ചിരിക്കെ അവനെ അബോധാവസ്ഥയിലാക്കിക്കൊണ്ട് അവനെ സുബോധം കെടുത്തിക്കൊണ്ട് അവനെ വേണ്ടാത്ത രീതിയിൽ നയിക്കാനായിട്ട് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പാതയിൽ സഞ്ചരിപ്പാൻ മദ്യം അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ കാരണമായി തീരും എങ്കിൽ അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയല്ല. ഇതിന് ആരുടെ പ്രവൃത്തിയാണ്? അത് സാത്താൻ്റെ പ്രവൃത്തിയാണ്, ദൈവത്തിനെതിരായുള്ള പ്രവൃത്തിയാണ് എന്ന് ദൈവമക്കൾ മറന്നു പോകരുത്. അതുകൊണ്ട് വേദവസ്തം നമ്മളെ പഠിപ്പിക്കുന്നത് ചെയ്യരുത് എന്നാണ് പറഞ്ഞത്. ചെയ്യരുത്, മദ്യം കഴിക്കരുത്, മദ്യം കഴിക്കരുത്, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കരുത്. ഹാനികരമാണെന്നല്ല, പിന്നെയോ അരുത് എന്നുള്ളതാണ്. അരുത്. അങ്ങനെയാണെങ്കിൽ ഈ വചനം കേട്ടിട്ടുണ്ട് പറയുകയാണ്, ഒരു വിശ്വാസി പോകുന്ന വഴിക്ക് പള്ളി കഴിഞ്ഞ് പോകുമ്പം അടുത്ത ഒരു ചാരായക്കടയിലോ, അല്ല ചാരായപ്പോയില്ലല്ലോ, മദ്യഷാപ്പിലോ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും കടയിലോ കയറി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുവെങ്കിൽ ആ കേട്ട വചനം അവരിൽ എന്ത് ചെയ്തില്ല. അതിങ്ങനെ പറയാം. നമ്മൾ ഇവിടുന്ന് ഈ പള്ളിയിൽ നിന്ന് വിചാരിക്കേണ്ട, ഞാൻ ഉദാഹരണം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ കൺവെൻഷൻ എല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ മുമ്പേ പറയും വലിയ അക്ഷരം കണ്ടല്ലേ, ആ വലിയ അക്ഷരം കണ്ട് നമ്മൾ എന്ത് ചെയ്ത് അത് നമ്മൾ വായിച്ചപ്പോൾ എന്ത് ചെയ്യുന്നു, മദ്യം അതുവരെ കഴിച്ചുകൊണ്ടിരുന്ന ആളാണ്. കൺവെൻഷൻ യോഗത്തിൽ തീരുമാനമെടുത്തു, ഇനി മേലാൽ എന്ത് ചെയ്തില്ല, മദ്യം കഴിക്കത്തില്ല എന്ന് പറഞ്ഞ് പോയ മനുഷ്യൻ എന്ത് ചെയ്യുന്നു, ഈ ബോർഡ് കാണുമ്പോൾ ഒരു ഉള്ളിലൊരു പ്രേരണ ഉപേക്ഷിച്ചതാണ് ഇത്. അന്നേരം അതിൻ്റെ രുചി വരുന്നു, മണം വരുന്നു, അതിനെക്കുറിച്ച് ആകർഷണമാകുന്നു. ഈ സംഘർഷം എവിടെ നടക്കുന്നു? അതാണ് ഉള്ളിൽ നടക്കുകയാണ് അല്ലേ. അവസാനം എന്ത് ചെയ്യുന്നു, ഈ കഴിക്കരുത് എന്നുള്ള ചിന്തയെ കഴിക്കണം എന്നുള്ള ചിന്ത എന്ത് ചെയ്യുന്നു, കീഴ്പ്പെടുത്തിക്കൊണ്ടുപോയി അയാൾ എന്ത് ചെയ്തു, അങ്ങോട്ട് കയറി അല്ലെങ്കിൽ മദ്യം ചെയ്തു. ഇതാണ് ഇവിടെ കർത്താവ് പറഞ്ഞ ആ വിതയ്ക്കുന്നതിൻ്റെ ഉപമയിൽ നമ്മളിൽ എങ്ങനെ അത് ക്രിയ ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ളത്. വഴക്കുണ്ടാക്കത്തില്ല എന്ന് 2025 1 ജനുവരി 1 നമ്മൾ തീരുമാനമെടുത്ത് കൂട്ടിക്കോ. വഴക്കാനുള്ള സാഹചര്യം മുഴുവൻ ഉണ്ടാവും അല്ലേ. ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും, അന്നേരം രണ്ടെണ്ണം പറഞ്ഞില്ലേ നമുക്ക് എന്ത് ഇരിക്കത്തില്ല അല്ലേ. നമ്മളെടുത്ത തീരുമാനം ഒന്ന് നല്ലതാണ്, പക്ഷേ അത് ഉള്ളപ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു, അതിനെ എതിരെ പ്രവർത്തിച്ച് എന്ത് ചെയ്യുന്നു, ആ തീരുമാനത്തെ ഇല്ലെന്നാക്കി കളയാണ് ചെയ്യും. ആ തീരുമാനത്തെ ഇല്ലെന്നാക്കി കളയാണ്. എല്ലാ വിശുദ്ധ ദിവസങ്ങളും ദേവാലയത്തിൽ പോകുന്ന തീരുമാനമെടുക്കുന്നു. അപ്പോൾ നമുക്ക് ഞായറാഴ്ച തന്നെ നമുക്ക് ഒത്തിരി പ്രോഗ്രാമുകൾ എന്ത് ചെയ്യും വരികയാണ് അല്ലേ. ആരും ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. ആ നല്ല തീരുമാനത്തെ എന്ത് ചെയ്യുന്നു, അങ്ങനെ സാഹചര്യം നമ്മൾ ഞെരുക്കിക്കളയാണ്. വചനങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ശ്രേഷ്ഠമേറിയ വചനങ്ങളും ഉപദേശങ്ങളും നമ്മിൽ ക്രിയ ചെയ്യാതെ എന്ത് ചെയ്യുന്നു, അത് നമ്മെ കീഴ്പ്പെടുത്തി കളയുകയാണ് ചെയ്യുന്നത്. അതാണ് യേശു അവിടെ കൂടി വന്ന ധാരാളം ആൾക്കാർ, ഒരു വളരെ പുരുഷാരം അവിടെ കൂടി വന്നപ്പോൾ അവരോട് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയും. ധാരാളം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, വചനം കേൾക്കുന്നുണ്ടെന്നാൽ അത് കേട്ട് അതിനനുസരിക്കുന്നവരാണ് നല്ല നിലത്ത് വീണ വിത്തിൻ്റെ ഫലം ഉണ്ടാകുന്ന അല്ലെങ്കിൽ തരുന്നത് എന്ന് യേശു അവിടെ പറഞ്ഞിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും നല്ല നിലത്ത് വീണ വിത്ത് വിളവ് യജമാന് നൽകുന്നത് പോലെ, അത് വിതച്ച യജമാന് ആ വിത്തിൻ്റെ ഫലം നൽകുന്നത് പോലെ, അതിൻ്റെ 100, 60, 30 മേനിയായിട്ടുള്ള വിളവ് നൽകുന്നത് പോലെ തന്നെ നമ്മിൽ ഈ വചനത്തിൻ്റെ ഉടയവനായ ഈ ദൈവത്തിന് നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് അതിന് മറുപടി കൊടുക്കേണ്ടത് ആവശ്യമാണ്. പ്രതിഫലം നമ്മൾ കൊടുക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ അതിന് തക്കതായ ഒരു അന്തരീക്ഷം നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ദേവാലയത്തിൽ വരുമ്പോൾ പറയുന്നത്, ദേവാലയത്തിൽ വരുന്നത് എന്ത് ചെയ്തത്, ഞായറാഴ്ച അതിനു മുമ്പ് തന്നെ പ്രാർത്ഥിക്കണം. അതിന് മുമ്പ് തന്നെ പ്രാർത്ഥിച്ചിട്ട് വേണം വരാൻ. പ്രത്യേകിച്ച് നമ്മുടെ CSI ആരാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഭാഗം തൊട്ടേ വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് പറഞ്ഞത്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ വരുന്നു, നമ്മൾ പാടുന്നു, പ്രാർത്ഥിക്കുന്നു, ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യം അനുഭവിച്ച് നമ്മൾ പോവുകയാണ് ചെയ്യുന്നത്. അതിൽ ഉറച്ചു നിൽക്കാനായിട്ട് നമ്മൾ പോവുകയാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യമുള്ള ഇടം എന്ന് ആരാധനയ്ക്ക് വേണ്ടി പ്രത്യേകമായി വേർതിരിച്ചിരിക്കുന്ന ഇടം എന്നുള്ള അർത്ഥത്തിൽ ഇവിടെ വന്ന് അനുഗ്രഹം പ്രാപിച്ച് തിരികെ പോകുമ്പോൾ ഇവിടെ നമ്മൾ കേട്ട വചനം, നമ്മൾ വായിച്ച് മനസ്സിലാക്കിയ തിരുവചന സത്യങ്ങൾ അത് നമ്മിൽ ക്രിയ ചെയ്യേണ്ടതാണ്. മറ്റുള്ള എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിപ്പാൻ തക്കവണ്ണം അതിന് നമ്മൾ സഹായമായി തീരേണ്ടതാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. സ്ത്രീധന ക്ലാസ്സുകൾ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് പറയാറുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് എസ്കേൽ പ്രവചനത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രകാരമാണ്, ഇസ്രായേൽ മക്കൾക്ക് മോശ മുഖാന്തരം ദൈവം കൽപ്പന കല്ലിൽ എഴുതി കൊടുത്തു. കല്ലിൽ എഴുതി കൊടുത്ത കൽപ്പനകൾ എന്ത് ചെയ്യുന്നില്ല, പലതവണയും അവർക്ക് പാലിപ്പാൻ കഴിയാതെ പോയി എന്ന് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ദൈവം പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്യുകയാണ്, കല്ലിൽ എഴുതി കൊടുത്ത കൽപ്പന എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ഹൃദയം കല്ലുപോലെ ആയിപ്പോയി, ആ ഹൃദയം മാറ്റും, മാംസമായ ഹൃദയം നിങ്ങളുടെ ഉള്ളിൽ തരും. അവിടെ ഈ കൽപ്പനകൾ എന്ത് ചെയ്യും, എഴുതും. കല്ലിൽ എഴുതിയ കൽപ്പനകൾ നിങ്ങളുടെ ഹൃദയമാകുന്ന മാംസപ്പലകയിൽ എഴുതും.
അതങ്ങനെ എഴുതിയാലും ഒരുപക്ഷെ നിങ്ങൾക്ക് അനുസരിപ്പാൻ പറ്റത്തില്ലാതെ വന്നേക്കാം. അങ്ങനെയെങ്കിൽ ആ സാഹചര്യത്തിൽ എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ ആത്മാവിനെ അവരുടെ ഉള്ളിലാക്കും. കൽപ്പന ഉള്ളിലാക്കി ദൈവത്തിൻ്റെ ആത്മാവിനെയും കൂടെ ഉള്ളിലാക്കിയിട്ട് ആ കൽപ്പനകൾ അനുസരിച്ച് നടക്കുമാറാക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. പ്രിയമുള്ളവരെ, നാം വായിച്ച് മനസ്സിലാക്കുന്ന തിരുവചന സത്യങ്ങൾ അനുസരിച്ച് നടപ്പാൻ ദൈവമേ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥന നമുക്ക് എല്ലാ കാലത്തും ഉണ്ടായിരിക്കണം. അപ്പോൾ നാം കേട്ടതായ വചനങ്ങൾ, നാം വായിച്ച് മനസ്സിലാക്കുന്ന തിരുവചന സത്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ അത് തെളിയിപ്പാനും ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ അത് 100, 60, 30 മേനിയായിട്ട് വിളയുവാനും ഇടയായി തീരും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. അനുഗ്രഹത്തിന് കാരണമായി തീരും എന്നുള്ളതിന് സംശയവുമില്ല. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകാം. വിശുദ്ധ തിരുവചനം നമുക്ക് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. അതനുസരിപ്പാൻ, അത് പാലിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ദൈവമേ നൽകണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് കടന്നു പോകാം. ദൈവം തന്നെ പരിശുദ്ധാത്മാവിനാൽ അതിനായിട്ട് നമ്മെ സഹായിക്കുകയും ശക്തിയിരിക്കുകയും ചെയ്യുമാറാകട്ടെ. ചിലത് നല്ല നിലത്ത് വീണു 100, 60, 30 മേനിയായി വിളഞ്ഞു. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനം മഹത്വവും കലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആ